ഹലോ, ഗുഡ് മോർണിംഗ്. മോൻ്റെ പേരെന്നാ? കോവിഡ് ഗോവിന്ദ്. തോബിത്ത്. തൗബിത്. ശരി. എവിടെയാണ് വീട്? വീട് കണ്ണൂര്. ആ. എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു മോൻ വന്നത്? അവന് അലർജീൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അവർക്ക് തുമ്മലും ശ്വാസം മുട്ടും ചുമയും, നിർത്താതെ ചുമയായിരിക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. അതായത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വന്നു, അതുപോലത്തെ ചുമയായിരിക്കും. പിന്നെ രാത്രി കൂടുതൽ അവൻ ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി നമ്മൾ അടുത്ത ഹോസ്പിറ്റലിൽ പോകും, ഇതെടുക്കും, അഡ്മിറ്റ് ആകും, കാണിക്കും, അഡ്മിറ്റ് ആകും, അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കും, പോരും, തിരിച്ചു വരും, അങ്ങനെ തന്നെയായിരുന്നു. സ്കൂളിൽ പോകാനൊന്നും പറ്റുന്നില്ല പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയില്ല, കാരണം 2 ദിവസം പോകും, പിന്നെ പോകില്ല, പിന്നെ ഒരാഴ്ച പോകും, പിന്നെ പോകില്ല, അങ്ങനെയായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ പോയിട്ടില്ല. ഇരിക്കുമ്പോൾ ഇവിടെ വന്നത്, ഡോക്ടർ ഇത് കണ്ടത്, യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു, അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഡോക്ടർ കാണിച്ചു. അപ്പം അലർജി ടെസ്റ്റ് നമ്മൾ ചെയ്തു, പിന്നെ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഒക്കെ കുറച്ച് അലർജി പ്രോബ്ലംസ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്, കുറച്ച് ഫുഡിൻ്റെ ഒക്കെ. അത് നമ്മൾ അവോയ്ഡ് ചെയ്തു. പിന്നെ വാക്സിൻ എടുത്തു. അപ്പോൾ എടുത്ത് വീട്ടിൽ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് നല്ല മാറ്റം അവനുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയി ചുമച്ചുകൊണ്ടിരുന്ന ആള് പിന്നെ ചുമക്കുന്നേ ഇല്ല, കാരണം കുറേ ബെറ്റർ ആയിട്ടുണ്ട്. ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ബെറ്റർ ആയിട്ട് അവന് തന്നെ അതിന് നല്ലൊരു അവനെ ഹാപ്പിയാണല്ലേ? അവൻ ഹാപ്പി, അവൻ നല്ല ഹാപ്പി. അവൻ ഉറക്കം എന്ന് പറഞ്ഞിട്ട് അവൻ ഇല്ലായിരുന്നു രാത്രി, നമുക്കും ഉറക്കം കിട്ടൂലായിരുന്നു, കാരണം ചുമ കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. പക്ഷെ ഇപ്പം നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നമ്മൾ അതിന് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ അലർജിയുടെ കാരണങ്ങൾ കറക്റ്റ് കണ്ടുപിടിച്ച് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കുന്ന ഒരു സ്റ്റിമുലേറ്റിംഗ് ട്രീറ്റ്മെൻ്റ് ആണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. അതായത് നമ്മൾ വേറെ കെമിക്കൽ മരുന്നൊന്നും അല്ല ഉപയോഗിക്കുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിജൻ എക്സ്ട്രാക്റ്റ് തന്നെ തുള്ളി മരുന്നായിട്ട് കൊടുക്കുക. അതിനോടൊപ്പം നമ്മൾ അതിൻ്റെ ആൻറ്റിബോഡി ഇഞ്ചക്ഷനും കൂടി കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് ഇത്രയും പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് വന്നത്. ബെറ്റർ ആയിട്ടുണ്ടല്ലേ? ഇളയാൾക്ക് എത്ര വയസ്സുണ്ട്? 1.5 വയസ്സ്. ശരി, ഓക്കെ. നിങ്ങളുടെ വീട്ടിലെ ഫോൺ നമ്പറും കൂടെ ഒന്ന് പറയാമോ? ഓക്കെ. ആർക്കെങ്കിലും ഇതുപോലുള്ള കുട്ടികളെ അമ്മമാർക്കും എല്ലാം വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. 100% ഇത് പറയുന്നു, കാരണം അവനിൽ നല്ലൊരു വ്യത്യാസം നമ്മൾ കണ്ടില്ല. കാരണം ഇപ്പൊ 2 മാസം ആയതേ ഉള്ളൂ. അപ്പത്തേക്ക് ഇമ്മ്യൂണോതെറാപ്പിയും അതിന്റെ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവന് നല്ല ബെറ്റർ ഉണ്ട്. 2 months ആയപ്പോ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. 80% നമ്മള് പോയിട്ടില്ല. അതുപോലെ തന്നെ ഇളയാൾക്കും പോയിട്ടില്ല, കാരണം ഇവന് വന്നു കഴിയുമ്പോഴാണ് കൂടുതൽ അവനിലോട്ടും വരുന്നത്. ഇളയാൾക്കും കിട്ടുന്നത് അല്ലേ? ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ഞങ്ങളുടെ നാട്ടിൽ എവിടെയും പോയിട്ടില്ല. ഓക്കെ. ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ അപ്പോയിൻമെന്റ് നമ്പറും ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.